വെൽക്കം ടു എയ്സ് ട്യൂഷൻ സെന്റർ അഞ്ചൽ. നമ്മൾ 10ാം ക്ലാസ് CBSE മാത്തമാറ്റിക്സിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 4th ചാപ്റ്റർ ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് നമ്മൾ 2 മെത്തേഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനുള്ള 2 മെത്തേഡ് പഠിച്ചിരുന്നു. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫാക്ടറൈസേഷൻ അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് മിഡിൽ ആയിരുന്നു. സെക്കൻഡ് മെത്തേഡ് നമ്മൾ പഠിച്ചത് കംപ്ലീറ്റിംഗ് സ്ക്വയർ ആയിരുന്നു. ഇനി മൂന്നാമത് ഒരു മെത്തേഡാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അത് ക്വാഡ്രാറ്റിക് ഫോമുല വെച്ചിട്ടുള്ള ഒരു മെത്തേഡാണ്. നമ്മൾ വൈഡായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡും ഇപ്പോൾ പഠിക്കാൻ പോകുന്ന മെത്തേഡാണ് ക്വാഡ്രാറ്റിക് ഫോമുല വെച്ചിട്ടുള്ള മെത്തേഡ്. നമുക്കറിയാം, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 വേർ a നോട്ട് ഈക്വൽ ടു 0 എന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ് പഠിച്ചിരുന്നു. x² കൂടെയുള്ള നമ്പറിനെ a എന്നും എക്സിന്റെ കൂടെയുള്ള നമ്പറിനെ b എന്നും എക്സ് ഇല്ലാത്ത കോൺസ്റ്റന്റ് നമ്മൾ c എന്നും എടുത്തിരുന്നു. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി 2 മെത്തേഡ് പഠിച്ചു. മൂന്നാമത്തെ മെത്തേഡ് ഇക്വേഷൻ വെച്ചാണ് ചെയ്യുന്നത്. ആ ഇക്വേഷൻ ഇങ്ങനെയാണ്, കാണാൻ പഠിച്ചു വെക്കുക. എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ബൈ 2a. ഇക്വേഷൻ എങ്ങനെയാ പഠിക്കുന്നത്? എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ബൈ 2a. ഇത് അറിയാത്ത ആൾക്കാര് അല്ലെങ്കിൽ ഇത് കേൾക്കാത്ത ആൾക്കാര് ഒരു 5 തവണ പറഞ്ഞെന്ന് പഠിക്കുക. കൂടെ പറയൂ. നമ്മള് വിക്കേസിന്റെ ഒക്കെ ചാനൽ നമ്മൾ കണ്ടില്ലേ, കൂടെ കൊച്ചുങ്ങളെ പറയിപ്പിച്ച് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൂടെ പറഞ്ഞു നോക്കുക. എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. a എന്ന് പറഞ്ഞാൽ x² കൂടെയുള്ള നമ്പർ, b എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെയുള്ള നമ്പർ, c എന്ന് പറഞ്ഞാൽ എക്സ് ഇല്ലാത്ത കോൺസ്റ്റന്റ്. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു ഇക്വേഷൻ ഇങ്ങനെയാണ്: 2x² പ്ലസ് 7x പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0. എന്ത് ഇക്വേഷൻ? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ കാണണം. എങ്ങനെ കാണണം? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ബൈ 2a ക്വാഡ്രാറ്റിക് ഫോമിൽ വെച്ച് കാണണം. ഓക്കെ, അങ്ങനെ കാണാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആദ്യം എയും ബിയും സിയും എഴുതാം. ആദ്യം കെ എഴുതാം. എ എന്ന് പറഞ്ഞാൽ x² കൂടെ ഉള്ളത് 2 ആണ്. ബി എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെ ഉള്ളത് അത് 7 ആണ്. സി എന്ന് പറഞ്ഞാൽ എക്സ് ഒന്നുമില്ലാത്തത് 6 ആണ്. ശേഷം ഇക്വേഷൻ ചെയ്യണം. ഇക്വേഷൻ എളുപ്പം ചെയ്യാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഒരുപാട് ആദ്യം ഇത് ഫുള്ളായിട്ട് ചെയ്യണ്ട, നമുക്കൊരു ചെറിയ പാത്രം ചെയ്യാം. നമുക്ക് b² മൈനസ് 4ac ഇല്ലേ, ആ b² മൈനസ് 4ac നമുക്ക് ആദ്യം ചെയ്യാം. അങ്ങനെ ചെയ്താൽ എളുപ്പം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ആ b² മൈനസ് 4ac എഴുതുന്നു. ഓക്കെ, b² b എന്ന് പറഞ്ഞാൽ ഇവിടെ 7² മൈനസ് 4ac 4 ഇൻറ്റു എക്ക് പകരം 2 ഇൻറ്റു സിക്ക് പകരം 6. ഓക്കെ, 7² എന്ന് പറഞ്ഞാൽ 49 മൈനസ് 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 6 48, 49 മൈനസ് 48 1. അപ്പൊ b² മൈനസ് 4ac എന്ത് കിട്ടി? 1 കിട്ടി. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ എന്താ? എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ബൈ 2a. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എഴുതുക. എന്നിട്ട് ഇക്വേഷൻ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ബി. ബി എന്താണ്? ബി എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പൊ മൈനസ് ബി ആകുമ്പോൾ മൈനസ് 7 പ്ലസ് ഓർ മൈനസ് റൂട്ട് എന്താണ്? b² മൈനസ് 4ac അത് 1 ആണ്. അപ്പൊ റൂട്ട് ഓഫ് b² മൈനസ് 4ac വരെ 1 കൊടുക്കുക ബൈ 2a, 2 ഇൻറ്റു എക്ക് വരെ 2. ഓക്കെ, which is equal to minus 7 plus or minus, what is root 1? Value of root 1 is 1. അപ്പോൾ മൈനസ് പ്ലസ് ഓർ മൈനസ് 1 ബൈ 2 ഇൻറ്റു 2 4. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 7 പ്ലസ് ഓർ മൈനസ് 1 ബൈ 4 എന്ന് കിട്ടി. കഴിഞ്ഞിട്ടില്ല. ഇത് ചെയ്യാനായിട്ട് ഇനിയുള്ളത് രണ്ടാക്കുക, സ്പ്ലിറ്റ് ചെയ്യുക. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം? ഒന്നെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 7 ഈ പ്ലസ് എടുക്കുക, പ്ലസ് 1 ബൈ 2, ഓർ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 7 ഈ മൈനസ് എടുക്കുക, മൈനസ് 1 ബൈ 4. മൈനസ് 7 പ്ലസ് 1 എന്താ? മൈനസ് 6 ബൈ 2. എന്താണ് മൈനസ് 6 ബൈ 2? മൈനസ് 3 ആണല്ലോ. കറക്റ്റ് അല്ലേ? ഓക്കെ, ക്ഷമിക്കുക, ഇത് 2 അല്ല 4 അല്ലേ മക്കളെ? ഇവിടെ 4 അല്ലായിരുന്നു, ഇത് 4 ആണ്. അപ്പൊ മൈനസ് 6 ബൈ 4 ആണ്. മൈനസ് 6 ബൈ 4 നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമല്ലോ. 2 വെച്ച് കട്ട് ചെയ്താൽ മേളിൽ മൈനസ് 3 താഴെ 2. ഓക്കെ, അടുത്ത എവിടേക്ക് പോയാലോ? which is equal to minus 7 minus 1, which is minus 8 by 4. What is minus 8 by 4? Minus 2. അപ്പോൾ നമുക്ക് രണ്ട് ആൻസർ എക്സിന്, ഒന്ന് -3/2
മറ്റൊന്ന് -2. ഇതെങ്ങനെ ചെയ്തേ? നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി. എങ്ങനെ 2x² + 7x + 6 = 0 എന്നൊരു ക്വസ്റ്റ്യൻ കിട്ടി, ഒരു ഇക്വേഷൻ കിട്ടി. ആദ്യം നമ്മൾ അതിനകത്ത് എയും ബിയും സിയും എഴുതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? b² - 4ac എഴുതി. b² 7² -4 × a 2 × c 6. 7² 49, ഇത് ചെയ്യുമ്പോൾ 48 = 1 എന്ന് കിട്ടി. ഇനി ഇക്വേഷൻ x = -b ± √b² - 4ac/2a. b 7 ആയിരുന്നു, -b എന്താ -7, +or റൂട്ട് എന്താ b² - 4ac 1 ആണ്, /2a 2 × a ക്ക് വരും 2. അപ്പോൾ -7 +or -1/4 എന്ന് കിട്ടി. അതിനെ രണ്ടാക്കി, രണ്ടും പ്രത്യേകം ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. എല്ലാവരും എന്ത് ചെയ്യുക? ഇതൊന്ന് എഴുതിയെടുക്കുക. ഇക്വേഷൻ ഇതുപോലെ വരച്ചിട്ട് പഠിക്കുക. ഇല്ലെങ്കിൽ എന്താണ് ക്വാഡ്രാറ്റിക് ഫോർമുല. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഇങ്ങനെയാണ്, ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് 5x² - 6x - 2 = 0. റൂട്ട്സ് കാണും. റൂട്ട്സ് ആണ് എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. രണ്ട് വാല്യൂ ആണ് ആണല്ലോ. നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ച് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ എന്താ? 5x² - 6x - 2 = 0. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് പറഞ്ഞു? ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം എയും ബിയും സിയും എഴുതണം. എ എന്ന് പറഞ്ഞാൽ x² കൂടെ x² കോഎഫിഷ്യന്റ് 5, ബി എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് -6, സി എന്ന് പറഞ്ഞാൽ എക്സ് ഇല്ലാത്തത് -2. അപ്പോൾ ഇത് -6ഉം ഇത് -2 ആണ്, ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം എക്സിന്റെ വാല്യൂ എന്താ? ഇക്വേഷൻ x = -b ± √b² - 4ac / 2a. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു? ആ b² - 4ac എന്ന് ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ b² എന്ന് പറഞ്ഞാൽ -6, -6ന്റെ സ്ക്വയർ -4ac 4 × a ക്ക് പകരം 5 × c ക്ക് പകരം -2. ഓക്കെ, which is equal to -6ന്റെ സ്ക്വയർ 36, minus into minus plus 4 into 5 20, 20 into 2 which is 40. Okay, ശരിയാണോ? 6ന്റെ സ്ക്വയർ 36, 4 into 5 20, 20 into 2 40 which is equal to 76. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 76 എന്ന് കിട്ടി. ഓക്കെ ഓക്കെ, അപ്പൊ b² - 4ac അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇക്വേഷൻ എഴുതാം. എന്താ നമ്മുടെ ഇക്വേഷൻ? x equal to -b ± √b² - 4ac/2 which is equal to b എന്താണ്? b എന്ന് പറയാൻ -6 ആണ്. അപ്പൊ മൈനസ്, ഈ മൈനസ് അതുപോലെ ഇട്ടു. ഇനി ബിക്ക് പകരം എന്ത് വേണം? -6 വേണം. ഓക്കെ, +or - എന്താ? b² - 4ac which is 76 /2a, 2 × a ക്ക് പകരം എന്താണ്? 5. ഓക്കെ ആണല്ലോ. നമുക്ക് എഴുതാം x is equal to -6. What is -6? Which is +6 +or - പിന്നെ √76. √76ന് ഒരു പെർഫെക്റ്റ് വാല്യൂ ഉണ്ടോ? ഇല്ല. 76 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. നമുക്ക് തൽക്കാലം എന്നെ ചെറുതാക്കാം. 76നെ ഫാക്ടറൈസ് ചെയ്താൽ മതി. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? 2 38 2 90 ആണോ? അപ്പൊ നോക്കൂ, ഈ രണ്ട് 2ൽ നിന്ന് ഒരു 2നെ പുറത്തെടുക്കാം. അപ്പൊ ഇത് വരും, ആ 2 ഇവിടെ എഴുതുക. 19 കൂട്ടുകാരനൊന്നുമില്ല, അത് അതുപോലെ എഴുതാം. 2√19 എഴുതാം. അപ്പം 76നെ നമുക്ക് ഇങ്ങനെ എഴുതാം, 2√19 എന്ന് എഴുതാം. /2 × 5 എന്താ? 10 ആണോ? രണ്ട് ആൻസർ. ഒന്നെങ്കിൽ x is equal to 6 + 2√19/10 ഓർ നമുക്ക് കാര്യം ചെയ്യാം, ഇത് എഴുതുന്നതിന് മുമ്പിട്ട് 2 കോമൺ എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞാലോ? അപ്പൊ കുറച്ചുകൂടെ ചെറുതാവും. ഓക്കെ, നമുക്ക് മേളിൽ 2 കോമൺ എടുക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ 2 കോമൺ എടുക്കാമല്ലോ. 2 കോമൺ എടുത്തു. 6ൽ നിന്ന് 2 പോയാൽ 3 +or - 2√19ൽ നിന്നും 2 പോയാൽ ബാക്കി √19 എന്ത് വരും? 10. ഓക്കെ, ഇവിടെ 2 നോക്കൂ, ഒരു തവണ 2, ഇവിടെ 5 തവണ 2. ഇനി ബാക്കി എന്താ ആൻസർ? 3 +or - √19/5. അപ്പൊ രണ്ട് ആൻസർ. ഒന്നെങ്കിൽ x is equal to 3 + √19/5 or x is equal to 3 - √19/5. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ആൻസർ കിട്ടുമ്പോൾ നമുക്ക് ചെറിയ സംശയമൊക്കെ തോന്നി, ഇങ്ങനെയൊക്കെ ആൻസർ വരാമോ, നമ്മൾ ചെയ്ത് തെറ്റിപ്പോയില്ലേ എന്നൊക്കെ വരാം. ഒരിക്കലും ഇല്ല, ഇങ്ങനെയൊക്കെ ആൻസർ വരാം. ഇത് കറക്റ്റ് ആയിട്ടുള്ള ആൻസറുമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. 5x² - 6x - 2 = 0 ആയിരുന്നു. എയും ബിയും സിയും എഴുതി. ശേഷം b² - 4ac കണ്ടുപിടിച്ചു. അത് 76 ആയി. നമ്മൾ ഇക്വേഷൻ കൊടുത്തു. x equal to -b +or - √b² - 4ac/2a. അവിടെ നമ്മൾ ഓരോ സംഭവം അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. 6 +or - √76നെ ഫാക്ടറൈസ് ചെയ്തപ്പോൾ 2√19/10 എന്ന് കിട്ടി. ക്യാൻസൽ, എല്ലായിടത്തും 2 കോമൺ എടുക്കാണ്ട് അവിടുത്തെ 2 കോമൺ എടുത്തു. 6ൽ 2 പോയാൽ ബാക്കി 3, 2√19 2 ആയ ബാക്കി √19. അപ്പൊ മുകളിലത്തെ 2ഉം താഴത്തെ 10ഉം ക്യാൻസൽ ആയപ്പോൾ താഴെ 5 വന്നു. അപ്പൊ രണ്ട് ആൻസർ. ഒന്നെങ്കിൽ 3 + √19/5 or 3 - √19/5.
5. അപ്പോൾ നമുക്ക് രണ്ട് ആൻസർ കിട്ടി. ഇത് എല്ലാവരും എന്ത് ചെയ്യുക, എഴുതിയെടുത്ത് പഠിക്കാം. ഓക്കെ, നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. മറ്റൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ എഴുതിയേക്കാണ്. ഇതാണത്, എക്സ് മൈനസ് 1/x = 3. ഇത് ഒരു ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷന്റെ റൂട്ട്സ് കണ്ടുപിടിക്കണം. ഇത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ? നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല, അല്ലേ? നമുക്ക് എക്സിന്റെ പവർ എന്താണ്, 1 ആണ്, 2 വരുന്നേ ഇല്ല. എന്നാൽ നമുക്ക് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. നമുക്കത് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. നമുക്ക് ക്വാഡ്രാറ്റിക് ആവുന്നുണ്ടോ നോക്കൂ. എങ്ങനെയാ? എക്സ് മൈനസ് 1/x = 3. ഒന്ന് ക്രോസ് ചെയ്യാം. എക്സ് ആകുമ്പോൾ y 1 ആണല്ലോ. ക്രോസ് ചെയ്യാൻ എക്സ് ഇൻറ്റു എക്സ്, x² മൈനസ് 1 × 1 1/x = 3. അപ്പൊ ക്വാഡ്രാറ്റിക് ഇല്ലയോ? ഇനി ഈ ബൈ എക്സ് അപ്പുറം പോയാൽ ഇൻറ്റു ആവത്തില്ലേ? അപ്പൊ എങ്ങനെയാവും? x² മൈനസ് 1 = ഈ എക്സ് അപ്പുറം പോയാൽ 3x. നമുക്ക് ജനറൽ ഫോമിലാക്കണം. അപ്പൊ ആദ്യം x² ടേം, പിന്നെ എക്സിന്റെ ടേം. ഈ 3x ഇപ്പുറം വന്നാൽ -3x, പിന്നെ ഇവിടെ ഒരു -1 ഉണ്ട് =0. ഇപ്പൊ ജനറൽ ഫോമിലെ നമുക്ക് എങ്ങനെ ചെയ്താൽ മനസ്സിലായോ? ഇക്വേഷൻ അതുപോലെ എഴുതി. എക്സാമ്പിൾ ബൈ 1 കൊടുത്തു, ക്രോസ് ചെയ്തപ്പോൾ നമ്മൾ എക്സ് അങ്ങ് അപ്പുറം കൊണ്ടുപോയി ഇൻറ്റു ആയി. ഇനി ജനറൽ ഫോമിലാക്കാൻ ആദ്യം x² എഴുതി, 3x ഇപ്പുറം കൊണ്ടുപോയി -3x ആക്കി, -1 = 0. ഇത് നമുക്ക് സോൾവ് ചെയ്യണം. ഇതാണ് സോൾവ് ചെയ്യുന്നത്. ആദ്യം എയും ബിയും സിയും എഴുതാം. എ എന്ന് പറഞ്ഞാൽ x² കൂടെ ഉള്ളത്, വെറും x² എന്ന് എഴുതിയാൽ x² ഒന്നുമില്ല എന്നല്ല, x കൊണ്ട് എന്തുണ്ട്? 1 ഉണ്ട്, 1x² ആണ്. അതുപോലെ ബി എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെ ഉള്ളത്, എക്സിന്റെ കൂടെ ആരാ ഉള്ളത്? -3. സി എന്ന് പറഞ്ഞാൽ എക്സ് ഇല്ലാത്ത കോൺസ്റ്റന്റ് -1. അപ്പൊ നമ്മുടെ എയും ബിയും സിയും എഴുതി. ഇനി എന്ത് ചെയ്യണം? ആദ്യം എന്ത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ b² - 4ac കണ്ടുപിടിക്കണം. b² - 4ac. b² ബി എന്ന് പറഞ്ഞാൽ -3, -3യുടെ സ്ക്വയർ മൈനസ് 4ac, 4 ഇൻറ്റു എക്ക് പകരം 1 ഇൻറ്റു സിക്ക് പകരം -1. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു √3യുടെ സ്ക്വയർ എന്താ? 3യുടെ സ്ക്വയർ 9, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 4 ഇൻറ്റു 1 ഇൻറ്റു 1 4 ഇസ് ഈക്വൽ ടു 13. അപ്പൊ b² - 4ac എന്ത് കിട്ടി? 13 കിട്ടി. സംശയമൊന്നും ഉണ്ടെന്ന് വിചാരിക്കുന്നേ ഇല്ല. നമ്മൾ ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് പോകുന്നു. x ഈസ് ഈക്വൽ ടു -b + or - √b² - 4ac / 2a, which is equal to -b. b -3 ആണ്. ആ ഇവിടുത്തെ മൈനസ് അതുപോലെ എഴുതി. അതിനുശേഷം b എന്ന് പറഞ്ഞാൽ -3 കൊടുത്തു, + or - √b² - 4ac വാല്യൂ 13, 13 അത് എഴുതി. 2a, 2 ഇൻറ്റു എക്ക് പകരം 1. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റു മൈനസ് +3 ആകും, + or - √13 ബൈ എന്ത് കിട്ടി? 2 കിട്ടി. 13 എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പറാണ്. പിന്നെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല, അല്ലേ? അത് ഫാക്ടറൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. രണ്ടായിട്ട് എഴുതിയാൽ മതി, രണ്ട് ആൻസർ. ഒന്നെങ്കിൽ x ഈസ് ഈക്വൽ ടു 3 + √13/2 ഓർ x ഈസ് ഈക്വൽ ടു 3 - √13/2. സിമ്പിൾ അല്ലേ? ഇത് കൂടുതൽ ഞാൻ പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല. എല്ലാവരും എന്ത് ചെയ്യുക, ഇത് എഴുതിയെടുത്ത് പഠിക്കുക. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതേ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റൂട്ട്സ് കണ്ടുപിടിക്കണം. 1/x + 4 - 1/x - 7 = 11/30. നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ ഇക്വേഷൻ എഴുതുന്നു. 1/x + 4 - 1/x - 7 = 11/30. നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോഴോ 1 × x - 7 1 × x - 7 minus 1 × x + 4 by x + 4 × x - 7. അറിയാലോ, 1 × x - 7 minus 1 × x + 4 by x + 4 × x - 7, which is equal to അപ്പുറത്ത് 11/30. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ നോക്കൂ, 1 × x x, minus 1 × 7 7, minus 1 × x - x, minus 1 × 4 -4 by ഇതെന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം, അകത്തേക്ക് കയറ്റി. x × x x², അതുപോലെ തന്നെ x × -7 -7x, 4 × x + 4x, 4 × -7 -28. സംശയം ഇല്ലല്ലോ? x × x x², x × -7 -7x, അടുത്ത 4 × x 4x, 4 × -7 -28. അപ്പുറത്തോ 11/30. നോക്കൂ, എക്സും -x ക്യാൻസൽ ചെയ്തു. ബാക്കി എന്തുണ്ട്? -7 - 4 -7 - 4 -11 by x² -7 - 4x അല്ല, -7 + 4x. What is -7 + 4? -7 + 4 -3. Oh, -3x -28 is equal to 11/30. ഓക്കെ ആണോ? ശരി,
അപ്പോൾ ഈ 11 അപ്പുറം ഇപ്പുറം കട്ട് ചെയ്യാം. അത് മനസ്സിലാക്കാൻ പ്രയാസമുള്ളവർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്റ്റെപ്പിൽ കട്ട് ചെയ്യാം. അപ്പൊ ഈ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ ക്രോസ് ചെയ്യണം, ഇങ്ങനെ ക്രോസ് ചെയ്യണം അല്ലേ. 11 ഇൻറ്റു ഈ സംഭവം ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു ഈ സംഭവം, അങ്ങനെ എഴുതിയാലോ. ഓക്കെ, അപ്പൊ എഴുതാം 11 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 28 ഈസ് ഈക്വൽ ടു, ഇവിടെ ഇങ്ങനെ ചെയ്താലോ, മൈനസ് 11 ഇൻറ്റു 30. ഓക്കെ ആണോ? ആണ്. നോക്ക്, ഇനി കട്ട് ചെയ്യാം. ഇവിടുത്തെ 11ഉം ഇവിടുത്തെ 11ഉം കട്ടായി. ബാക്കി എന്തുണ്ട്, എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 28 വിച്ച് ഈസ് ഈക്വൽ ടു ഒരു മൈനസ് ഉണ്ട്, പിന്നെ ഒരു 30 ഉണ്ട്, മൈനസ് 30. ഇതൊക്കെ എഴുതി മനസ്സിലായല്ലോ. ഇങ്ങനെ ക്രോസ് ചെയ്തു, വിച്ച് ഈസ് ഈക്വൽ ടു ഇങ്ങനെ ക്രോസ് ചെയ്തു. ഓക്കെ, അപ്പൊ അപ്പുറം അപ്പുറം 11 ഇൻറ്റു ഉണ്ട്, ഇൻറ്റു ആയതുകൊണ്ട് 2 11 എന്ത് ചെയ്യാം, നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ജനറൽ ഫോമിൽ ആക്കണം. ജനറൽ ഫോമിൽ ആക്കാൻ പറഞ്ഞാൽ ആദ്യം എക്സ് സ്ക്വയർ, പിന്നെ മൈനസ് 3x, പിന്നെ നോക്കൂ മൈനസ് 28 ഇവിടെ ഉണ്ട്. നമുക്ക് റൈറ്റ് സൈഡ് 0 ആണ് വേണ്ടത്, മൈനസ് 30 കൂടി ഇപ്പുറം കൊണ്ടുവരണം. മൈനസ് 30 ഇപ്പുറം വന്നാൽ പ്ലസ് 30 വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പൊ എങ്ങനെയാവും, എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 28 പ്ലസ് 30, വലുതിന് ചേർന്ന് കുറച്ച് വലുതിന് സൈൻ. അപ്പൊ 30 കുറച്ചാൽ 2 പ്ലസ് 2 ഈക്വൽ ടു 0. ഇതിനകത്ത് എളുപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്, കംപ്ലീറ്റ് സ്ക്വയർ കംപ്ലീഷൻ എളുപ്പം ആണോ? അല്ല, സ്ക്വയർ കംപ്ലീഷൻ എളുപ്പം ഏതാണ്, ഫാക്ടറൈസേഷൻ, മൾട്ടി മോഡൽ ഫാക്ടറൈസേഷൻ. ഫാക്ടറൈസേഷൻ മെത്തേഡാണ് എളുപ്പം. നിങ്ങൾക്ക് ഏത് മെത്തേഡ് എളുപ്പം തോന്നുന്നോ നിങ്ങൾ ആ മെത്തേഡിൽ ആൻസർ ചെയ്യാം. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യാം, ക്വാഡ്രാറ്റിക് ഫോമിൽ ചെയ്യാം. അധികം ചെയ്യണം, എന്നാലും ഞാൻ എന്ത് ചെയ്യാം, ക്വാഡ്രാറ്റിക് ഫോമിൽ വെച്ച് ആൻസർ ചെയ്യാം. ഓക്കെ, അതെങ്ങനെയാ, എ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ കൂടെയുള്ള 1, ബി എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെയുള്ള -3, സി എന്ന് പറഞ്ഞാൽ 2. ആദ്യം എന്ത് കാണണം, ബി സ്ക്വയർ മൈനസ് 4ac. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ -3യുടെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എക്ക് പകരം 1 ഇൻറ്റു സിക്ക് പകരം 2. -3യുടെ സ്ക്വയർ 9 മൈനസ് 4 ഇൻറ്റു 2 8, 9 മൈനസ് 8 1. അപ്പൊ ബി സ്ക്വയർ മൈനസ് 4ac എന്ത് കിട്ടി, 1 കിട്ടി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയും എഴുതിയെടുക്കണം. സ്ഥലമില്ലാത്തതിനാൽ ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യ ഭാഗം അങ്ങ് മായ്ക്കുന്നു. ഓക്കെ, ഇത്രയും മായ്ക്കാണ്. നോക്കുക, നമുക്ക് ബി സ്ക്വയർ മൈനസ് 4ac കിട്ടി. നമുക്ക് ആൻസർ വേണം. എക്സ് ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ആ മൈനസ് അതുപോലെ ഇട്ടു, ബിയുടെ വാല്യൂ -3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac പകരം 1 ബൈ 2a, 2 ഇൻറ്റു എക്ക് പകരം 1. മൈനസ് ഓഫ് -3 എന്താ, +3 പ്ലസ് ഓർ മൈനസ് റൂട്ട് 1ന്റെ വാല്യൂ 1 ബൈ 2 ഇൻറ്റു 1. ഇനി രണ്ടായിട്ട് മാറ്റാം, രണ്ട് ആൻസർ. ഒന്നെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 3 പ്ലസ് 1 ബൈ 2 ഓർ എക്സ് ഈസ് ഈക്വൽ ടു 3 മൈനസ് 1 ബൈ 2. 3 പ്ലസ് 1 എന്താ 4, 4 ബൈ 2 ഇസ് ഈക്വൽ ടു 2. ഇതാണെങ്കിൽ 3 മൈനസ് 1 2, 2 ബൈ 2 ഇസ് ഈക്വൽ ടു 1. രണ്ട് ആൻസർ 2ഉം 1ഉം. അത് ആദ്യമേ ചെയ്ത് ഓർമ്മയുണ്ടല്ലോ, ക്രോസ് ചെയ്തു ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷം നമ്മൾ ക്വാഡ്രാറ്റിക് ഫോമിൽ വെച്ച് അതിന്റെ എന്ത് ചെയ്തു, സൊല്യൂഷൻ കണ്ടുപിടിച്ചു. അപ്പൊ ഈ ക്വസ്റ്റ്യനോട് നിങ്ങൾ എന്ത് ചെയ്യുക, വൃത്തിക്കാൻ എഴുതിയെടുത്ത് പഠിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചാപ്റ്ററിലെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷന്റെ മൂന്നാമത്തെ മെത്തേഡ് പഠിച്ചു അല്ലേ. ക്വാഡ്രാറ്റിക് ഫോമിൽ വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ചെയ്യുകയും ഉണ്ടായി. അപ്പോൾ നമ്മൾ നിലവിൽ 3 മെത്തേഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 3 മെത്തേഡ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വേർഡ് പ്രോബ്ലംസ് ആണ്. നമുക്കൊരു വേർഡ് പ്രോബ്ലം തരും. ആ വേർഡ് പ്രോബ്ലം നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്ത് അതിൽ നിന്ന് നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കണം. ആ ഇക്വേഷൻ ഈ 3 മെത്തേഡിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു മെത്തേഡ് വെച്ച് അതിനെ സോൾവ് ചെയ്ത് വാല്യൂസ് കണ്ടുപിടിക്കണം. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇന്ന് നമുക്കിവിടെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി.